മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 6-ാം വാക്യം. എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ രഹസ്യമുറിയിൽ പ്രവേശിച്ച് വാതിലടച്ച് അദർശനായ നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കും. അപ്പോൾ രഹസ്യമായി ചെയ്യുന്നതെന്തും കാണുന്ന നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകും. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ഈ വചനത്തിൽ കൂടെ കർത്താവ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. റൂമിൽ കയറി കഥ കടയ്ക്കണം. കഥ കടച്ചിട്ട് ഒരു വസ്തുവിലേക്കോ ഒരു വിഗ്രഹത്തിലേക്കോ മറ്റോ യാതൊന്നിലേക്കോ നോക്കിയല്ല പ്രാർത്ഥിക്കേണ്ടത്. പിന്നെയോ ദൈവം അദൃശ്യനാണ്. ദൈവത്തെ ആർക്കും കാണാൻ കഴിയത്തില്ല, കണ്ടിട്ടുമില്ല, ഇനി ഒട്ടും കാണാൻ സാധിക്കുകയുമില്ല. അദൃശ്യനായ ദൈവമാണ് എൻ്റെയും നിങ്ങളുടെയും പിതാവ്. ആ പിതാവിനോട് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ ആ പിതാവിനോട് രഹസ്യത്തിലുള്ള പിതാവ്, നിൻ്റെ റൂമിൽ രഹസ്യത്തിലുള്ള പിതാവുണ്ട്, നിൻ്റെ ഭവനത്തിൽ രഹസ്യത്തിലുള്ള പിതാവുണ്ട്. നീ റൂമിൽ കയറി കഥ കടച്ചോ പ്രാർത്ഥിക്കുന്ന ഇടത്ത് തന്നെ നിൻ്റെ ദൈവമുണ്ട്. കാണത്തക്ക ഒന്നല്ല ദൈവം, കാണാത്ത അദൃശ്യനായ പിതാവ് ആ റൂമിലുണ്ട്. ആ റൂമിലുള്ള പിതാവിനോട് പ്രാർത്ഥിച്ചേ നിൻ്റെ പ്രാർത്ഥന വിഷയത്തിന് അവിടുന്ന് മറുപടി നൽകിത്തരും. മാത്രമല്ല, പ്രാർത്ഥനയെ ചെലവഴിച്ച ആ മണിക്കൂറുകൾക്കും പ്രാർത്ഥനയെ ചെലവഴിച്ച ആ പ്രവൃത്തിക്കും തക്കതായ പ്രതിഫലം, പ്രാർത്ഥനയ്ക്ക് ഉത്തരവും കൂടി തരുമെന്നാണ് ഈ വചനം നമ്മെ ഓർപ്പിക്കുന്നത്.